എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഹൈ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഹൈയിലോട്ട് തന്നെ പോയി ലാസ്റ്റിൽ ഫ്ലാറ്റായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമായിരുന്നു. നിഫ്റ്റി 0.15% പ്ലസ്സിലാണ്, അതായത് ഫ്ലാറ്റായിട്ട് തന്നെ. ബാങ്ക് നിഫ്റ്റി ഒരു 0.5% അടുത്ത് പ്ലസ്സിലായിരുന്നു. അപ്പോൾ നാളത്തെ നമുക്കൊരു റേഞ്ച് നോക്കാം. നാളത്തെ ഷെയർസുകൾ നോക്കാം നമുക്ക്. നിഫ്റ്റി സ്പോട്ടിലാണ്, ഇത് സ്പോട്ടിൻ്റെയാണ് ഈ കാണിക്കുന്നത്, ഫ്യൂച്ചർ അല്ലാതെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നല്ല രീതി എന്ന് പറഞ്ഞാൽ ഒരു 50-100 പോയിൻ്റ് ആ റേഞ്ചേ ഉള്ളൂ. വോളറ്റിലിറ്റി ഇൻഡെക്സ് 10 നിൽക്കും. അപ്പോൾ അധികം ഹെവി വോളറ്റിലിറ്റി ഒന്നും മാർക്കറ്റിൽ കാണത്തില്ല. ബാങ്ക് നിഫ്റ്റിയും വന്നിട്ട് ഇന്നത്തെ ഹൈയും നാളത്തെ R1 ഒക്കെ ഏകദേശം അടുത്തടുത്താണ്. നോക്കുക, അതിൽ ആ 2 ലെവലും വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഇറങ്ങിത്തരും, അത്രയേ ഉള്ളൂ. നമ്മൾ നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷെയറുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ നമുക്ക് ആദ്യം നോക്കാം. ഇതിനകത്ത് FACT ലാസ്റ്റ് ഷെയർ അത് വന്നിട്ട് R1-ഉം പിന്നെ ഹൈയും തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ഈ 2 ലെവലിന് മുകളിൽ, അതായത് 740-45 പോയിട്ട് ഈ 2 ലെവലിന് താഴെ പോയി കഴിഞ്ഞാൽ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് തരാൻ ചാൻസ് കൂടുതലുള്ള ഷെയറാണ് FACT. അതുപോലെ സൂര്യറോഷ്നി എന്ന് പറയുന്ന ഷെയർ ഈ R1 വന്നിട്ടോ ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല എങ്കിൽ ചിലപ്പോൾ ഈ ഇപ്പോൾ R1-ന് അടുത്തൊക്കെ വന്നിട്ട് ചിലപ്പം ഇറങ്ങുവാണെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. R1-ന് മുകളിൽ പോയി ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതിനുശേഷം ഇത് ദീപക് ഫെർട്ടിലൈസർ, അതും ശ്രദ്ധിക്കുക. ഈ ദീപക് ഫെർട്ടിലൈസർ ഓപ്പണിങ് ചിലപ്പോൾ ഈ ആവറേജിൽ താഴെയാണെങ്കിൽ, ഈ ആവറേജിന് താഴെ ഓപ്പൺ ചെയ്താൽ ഈ ആവറേജിന് മുകളിലോട്ട് കയറുമ്പോൾ ബൈ ചെയ്യാൻ പറ്റും ഈ ഷെയർ ദീപക് ഫെർട്ടിലൈസർ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ലെവൽ വന്നിട്ട്, അതായത് പ്രീവിയസ് ഡേ ഹൈയോ R1 R2 ആ റേഞ്ച്, ഏത് റേഞ്ച് വന്നാണോ ഫസ്റ്റ് താഴോട്ട് വരുന്നത് ആ റേഞ്ച് നമുക്ക് ചാൻസ് എടുക്കാം. DCB ബാങ്ക് ഇന്ന് റിസൾട്ട് വന്നു, ഷെയർ കയറിപ്പോയി. നോർമൽ റിസൾട്ട് പോലായിട്ടാണ് എനിക്ക് തോന്നിയത്. നോക്കാം, നാളെ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഈ ഹൈയോ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങി വരാൻ ചാൻസ് കൂടുതൽ. അങ്ങനെ ചാൻസ് കണ്ടാൽ ചിലപ്പം നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതൽ, ഒരു 7-8 രൂപയൊക്കെ ഇറങ്ങി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നീട് നമുക്ക് MRPയിലിനകത്ത് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലേ പോയിട്ടുള്ളൂ, അതിന് ശേഷം ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. അതിനുശേഷം ഈ ഏജീസ് കെമിക്കൽ, അത് ഒരു 615 ഒക്കെ പോയിട്ട് ഈ 610 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. ഈ യുക്കൻ എന്ന് പറയുന്ന ഈ ഷെയർ അതെനിക്ക് തോന്നുന്നത് R1 റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഹെവി മൂവ്മെൻറ്റാണ്. അപ്പോൾ ഓപ്പണിങ്ങിലൊക്കെ ആ റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്ന കണ്ടാൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതല്ല പ്രീവിയസ് ഡേ ഹൈ, അതായത് 1224 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ചെന്നൈ പെട്രോളും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം 1100 മുകളിൽ പോയിട്ട് ഈ 1098 താഴോട്ട് വരുന്നുണ്ട്, നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനകത്തായിരിക്കും നമുക്ക് ചാൻസ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത്. DCB ബാങ്ക് ആ റിസൾട്ടിൻ്റെ ഇത് വെച്ചിട്ട് നോക്കുക, ഈ 45 വന്നിട്ട് 43 കട്ട് ചെയ്ത് പോയെങ്കിൽ ചിലപ്പം എൻ്റെ ഒരു കണക്ക് കൂട്ടി 35-34 റേഞ്ചിലോട്ടൊക്കെ വരും ആ ഷെയർ. അപ്പോൾ ഇത്രയും ഷെയറുകളേ ഉള്ളൂ നാളത്തേനുള്ളത്. അതിനകത്ത് നമുക്ക് ചാൻസ് കിട്ടുന്ന ഈ പറഞ്ഞ ഷെയറുകൾ ആദ്യം ശ്രദ്ധിക്കുക. അതിൽ പ്ലസ്സിൽ പോകുന്ന ഷെയറുകൾ ആദ്യം എടുത്തിട്ടിട്ട് അതിൽ നോക്കുക ഏതൊക്കെയാണോ നമ്മുടെ റേഞ്ച് വരുന്നത്. പ്രീവിയസ് ഡേ ഹൈ R1 R2 R3 ഈ റേഞ്ചിൽ ഏതെങ്കിലും റേഞ്ചിൽ പോയിട്ട് എവിടെ നിന്നാണോ ഫസ്റ്റ് റിവേഴ്സ് ആകുന്നത് ആ ലെവലിൽ താഴെ വരുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുക, ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക, ഹൈയുടെ മുകളിൽ. പിന്നീട് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി 16 ഷെയർ എടുത്തതിൽ
12 ഷെയറിനകത്ത് നമുക്ക് നല്ല ഒന്നാം തരം ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് ഷെയറുകൾ ഞാൻ കാണിച്ച് മാറാം. ഈ തന്നേക്കുന്ന ഷെയറിനകത്ത് നമുക്ക് ചാൻസ് തന്നത് നമുക്ക് ഏറ്റവും നല്ല ചാൻസ് തന്ന ഷെയറുകൾ ആദ്യം നോക്കാം. GRSC എന്ന് പറയുന്ന ഷെയർ. GRSC കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 പോയി, R1 താഴെ ഇറങ്ങി. ഈ 993 റേഞ്ചിൽ എടുത്തായിരുന്നെങ്കിൽ 970, 23 രൂപ പ്രോഫിറ്റ്. അതിനകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയേനെ. അതിനുശേഷം സുദർശൻ കെമിക്കൽ കറക്റ്റ് R1 ടച്ച് ചെയ്ത് ഇറങ്ങി. R1 ഇവിടെ നമ്മൾ ഈ 766 ഒരു എൻട്രി എടുത്താൽ 728, ഏകദേശം 38-40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. വെൽസ്പൺ ഇന്ത്യയിലെ വെൽസ്പൺ ലീവിംഗ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇറങ്ങി 162 അടിച്ചു, നമുക്ക് 159. ഇത് ചെറിയ ഷെയറാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു 3 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിനുശേഷം പുതിയ ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. പോയില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ 162 റേഞ്ച് 1 രൂപ എടുക്കുക. ഹൈലി സ്റ്റോപ്പ് ലോസ് 1.5 രൂപയുടെ ഇതേ ഉള്ളൂ, റിസ്ക്കേ ഉള്ളൂ. നമുക്ക് 358 വരെ കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്ക് 3.5-4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൊക്കു ക്യാമലി എന്ന് പറയുന്ന ഷെയർ, അത് മാർക്കറ്റ് ഓപ്പണായ 11 മണിയൊക്കെ ആയപ്പോഴാണത് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങിപ്പോകും. 153-75 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 137 വരെ നല്ലൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം BSC ഇന്ത്യ ഓപ്പണിങ്ങിൽ എന്ത് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ട്രേഡായി. നമുക്ക് ആ CPR ഹൈഡിയുമ്പോൾ കാണാം. അതിന് മുകളിൽ പോയി, കണ്ടില്ലേ, ഇവിടെ വരെ വന്നു. ഇവിടെ കട്ടാവുന്ന സമയം പോലെ 3244 ഒരു എൻട്രി എടുത്താൽ അരമണിക്കൂർ തന്നെ 3071, ഏകദേശം 170 പോയിൻറ്റിനടുത്ത് പ്രോഫിറ്റ് അത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അമർ രാജ ബാറ്ററി എന്നുള്ള ഷെയർ ഓപ്പണിങ്ങിൽ ഇവിടെ ഓപ്പണായി, അതിൻ്റെ ഇവിടം വരെ ഹൈ പോയി. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടം വരെ പോയി. അത് ആ CPR ഹൈഡിയുമ്പോൾ കാണാം, കണ്ടില്ലേ. ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി നമ്മൾ എൻട്രി എടുക്കുക. 1198 എടുത്താൽ 15-20 മിനിറ്റ് കൊണ്ട് ഏകദേശം 60 രൂപ താഴെ പോയി. അതിനുശേഷം 1106 നല്ല സൂപ്പറായിട്ട് ഇറങ്ങിപ്പോയി അതും. അതിനുശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓപ്പണിങ്ങിൽ നേരെ R1 അടിച്ചു. CPR കണ്ടില്ലേ, R1 അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ കാണാൻ ഒരു എൻട്രി എടുത്താൽ 1322, 20 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ നമുക്ക് 1256, അതും ഏകദേശം 65 പോയിൻറ്റിനടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം തേജസ് നെറ്റ് എന്ന് പറയുന്ന ഒരു ഷെയർ, തേജസ് നെറ്റ് ഓപ്പണിംഗ് കണ്ടില്ലേ, R1 പോയി, പ്രീവിയസ് ഡേ ഹൈ R1 മുകളിൽ ഓപ്പണായി നേരെ താഴോട്ട്. ഈ 1121 എന്നൊരു എൻട്രി എടുത്താൽ അരമണിക്കൂർ കൊണ്ട് 1040 റേഞ്ചിലോട്ട്, അതായത് 80 രൂപയ്ക്ക് അടുത്ത് 80 കൂടുതൽ രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അത് വീണ്ടും തിരിച്ച് ഈ റേഞ്ചിൽ പോയിട്ട് ഇവിടുന്ന് ഒരു എൻട്രി നമുക്ക് കിട്ടുന്നുണ്ട്. 2:30 കിട്ടുന്നുണ്ട്. 2:30 കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. 3 മണി കഴിഞ്ഞാൽ പിന്നെ എൻട്രി എടുക്കരുതേ ഉള്ളൂ. അതിനുശേഷം MOIL എന്ന് പറയുന്ന ഷെയർ, MOIL ഓപ്പണിങ്ങിൽ എന്ത് ചെയ്തു, R1 മുകളിൽ പോയി ഇറങ്ങി. ഇവിടുന്ന് 394 അത് ഇവിടെ വരെ വന്നു 382 വരെ, അതായത് 12 രൂപ. അതിനുശേഷം തിരിച്ച് നേരെ കയറി പുതിയ ഹൈ അടിച്ചു. പുതിയ ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി ചെയ്യുക. അതല്ലെങ്കിൽ തിരിച്ച് ഈ ലെവലിൽ താഴെ പോകണമെങ്കിൽ എൻട്രി ചെയ്യുക. തിരിച്ച് ഈ ലെവലിൽ താഴെ 394 താഴെ പോയി. 394 താഴെ പോയപ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 394 എടുത്താൽ വീണ്ടും നമുക്ക് ഒരു 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുഫിക് ബയോ, അതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. R1 പോയില്ല, നമ്മൾ ഇറങ്ങി ഈ ലെവൽ കട്ട് ചെയ്യുമ്പോൾ എടുക്കും. 323 റേഞ്ച് എടുത്താൽ 313, 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഷെയർ
TCNS ബ്രാൻഡ് എന്ന് പറയുന്ന ഷെയറിനകത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് ഷെയറിനകത്തും ചെറിയ ചെറിയ പ്രോഫിറ്റ്. എന്നാലും നമുക്ക് 11 ഷെയർ പക്ക ഞാനിപ്പോൾ കാണിച്ചത് തന്നെ ഏകദേശം 7 ഷെയർ കാണിച്ചിട്ടുണ്ട്. എല്ലാം വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും 2-3 ഷെയറിനകത്ത് എടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചെയ്യുന്ന ട്രേഡിംഗ് രീതിയുടെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ 20 EMA വെച്ച് നമുക്ക് നല്ല ചാൻസുകൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും നോക്കുക. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അത് നമ്മൾ ടൈം എടുത്ത് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.